ഏറ്റവും നിർണായകമായ ഒരു യോഗം ബിജെപിയെ സംബന്ധിച്ച് നടക്കുകയാണ്. ബിജെപി നേതൃയോഗം കൊച്ചിയിൽ ആരംഭിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം ചേരുന്നത്. പാലക്കാട് വിഭാഗീയ പ്രവർത്തനം നടത്തിയിട്ടില്ല എന്ന് പാലക്കാട് മുൻ പ്രഭാരിയായ നാരായണൻ നമ്പൂതിരി പറയുന്നു. തന്റെ പ്രതിബദ്ധതയെ ചോദ്യം ചെയ്യുന്നത് വേദനാജനകമെന്നും നാരായണൻ നമ്പൂതിരി പറഞ്ഞു. എന്റെ ആത്മാർത്ഥത, ഞാൻ എന്റെ പ്രവർത്തന ശൈലി ചർച്ച ചെയ്യപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ആ ചോദ്യം തന്നെ ഒരു അപ്രസക്തമാണ്. ഞാൻ 80 തൊട്ട് BJP-യിൽ പ്രവർത്തിക്കുന്ന ആളാണ്. എന്റെ പാർട്ടി പ്രവർത്തനത്തിന്റെ ആത്മാർത്ഥത ഇന്നുവരെ അളക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ആ ചോദ്യം ഒരു സത്യത്തിൽ എന്നെ ഹർട്ട് ചെയ്യുന്നതാണ്. എന്റെ വിശ്വാസ്യതയും എന്റെ ക്രെഡിബിലിറ്റിയും എന്റെ സംഘടനാ പ്രവർത്തന പാരമ്പര്യത്തെയും ഹർട്ട് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. ഞാൻ ആരോപണം ഉയർന്നതുകൊണ്ടാണ് കേട്ടോ ചോദിച്ചത്. അങ്ങനെ ഒന്നും ആരോപണം ഉയരാൻ ഒരു സാധ്യതയുമില്ല. അങ്ങനെ ആരോപണം ഉയരുകയില്ല. കാരണം ഞാൻ എന്താണ് ചെയ്യുന്നത്, എന്താണ് പ്രവർത്തിച്ചതെന്നുള്ള അവിടെയുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആരോപണം ഇപ്പോൾ ആരെങ്കിലും ഉയർത്തിയിട്ടുണ്ടോ എന്നുള്ളത് സ്വാഭാവികമായി അവിടെ നിന്നൊരു ആരോപണം ഉയരാനുള്ള സാധ്യതയില്ല. വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, പാലക്കാട് തെരഞ്ഞെടുപ്പ് വിഷയം ചർച്ചയാകുമോ എന്ന് രാവിലെ നേതാക്കളോടൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ എന്താണ് ചർച്ച ചെയ്യുന്നതെന്ന് നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ എന്ന സ്ഥിരം ലൈനാണ് പിടിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ചർച്ച നിവൃത്തിയില്ലല്ലോ അല്ലേ? തീർച്ചയായും തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ ചർച്ചയാകുമോ എന്നുള്ള ചോദ്യത്തിൽ ഇപ്പോൾ അല്പം മുമ്പ് ശോഭാ സുരേന്ദ്രൻ അടക്കം വന്നപ്പോൾ പറയുന്നത് ആ കാര്യങ്ങൾ പറയാനായി അത് തീരുമാനിക്കുന്നത് അത് അകത്ത് നടക്കുന്ന യോഗമാണ്. ആ യോഗത്തിൽ എന്ത് പറയുന്നു എന്നുള്ളത് മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് വേവലാതിപ്പെടാതെ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ ഇതുവരെ MLA-മാരും അതുപോലെ തന്നെ കേന്ദ്രത്തിലേക്ക് പാർലമെന്റിലോട്ട് ജയിച്ചു പോയിട്ടുള്ള MP-മാരും എന്ത് ഈ സംസ്ഥാനത്തിന് വേണ്ടി ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പരിശോധിക്കണം. BJP-യുടെ ഉള്ളിലുള്ള BJP-യെ നന്നാക്കാനുള്ള ശ്രമമാണെന്ന തരത്തിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ അത് നല്ലത് തന്നെ. എന്നാൽ അതോടൊപ്പം തന്നെ കേരളത്തിന് എന്ത് ഗുണം വരും എന്നുള്ള കാര്യം കൂടി ചർച്ച ചെയ്യണമെന്നാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനും അല്പം മുമ്പ് പറഞ്ഞത്. എന്നാൽ ഇതൊരു കോർ കമ്മിറ്റി യോഗമാണ് എന്ന് പറയുമ്പോൾ തന്നെ വിശാലമായിട്ടുള്ള ഒരു കോർ കമ്മിറ്റി യോഗമാണ്. ഇതിൽ കോർ കമ്മിറ്റി അംഗങ്ങൾക്ക് പുറമെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ളവരെ വരെ ഈ യോഗത്തിന് വിളിച്ചിട്ടുണ്ട്. ഇതിൽ കേരള പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കർ, അതുപോലെ തന്നെ അപരാജിത സാരംഗി തുടങ്ങിയ മുതിർന്ന നേതാക്കളും സംസ്ഥാനത്തിന് തന്നെ വിവിധ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട അംഗങ്ങളും അടക്കം പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ഈ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകുമെന്ന് തന്നെയാണ്. നേരത്തെ നടന്ന ഒരു ശില്പശാല നടന്നിരുന്നു. അതിൽ പിന്നീട് 6-7 തീയതികളിൽ ഒരു കോർ കമ്മിറ്റി നടക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് മാറ്റി ഇപ്പോൾ വീണ്ടും ഒരു വിശാല കോർ കമ്മിറ്റി ആണ് വിളിച്ചിരിക്കുന്നത്. ഇതിൽ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകുമെന്നുള്ള സൂചനകൾ ഈ വന്ന നേതാക്കളടക്കം പറയുന്നുണ്ട്. വി മുരളീധരനോടക്കം നമ്മൾ ഈ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അതിന് ഒന്നും താൻ തയ്യാറല്ല, പക്ഷേ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകും. വി മുരളീധരനും അത് തന്നെയാണ് പറയുന്നത്. അതിന് അല്പം മുമ്പാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഈ വേദിയിലേക്ക് എത്തിയത്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറയുന്നതും അത്തരത്തിലുള്ള പല കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന വിഭാഗീയത അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ചോദ്യം വരുമ്പോൾ കുറച്ച് വിഭാഗീയത ഉണ്ട് എന്നുള്ള തരത്തിൽ വരുത്തി തീർക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു. ആ ഒരു ശ്രമം അതിന് വിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് അതിൽ ഒരു താല്പര്യം കാണിക്കാൻ മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം. അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന യോഗത്തെ പറ്റി നിങ്ങൾ വേവലാതിപ്പെടേണ്ട, അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ അറിയാതെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ ഈ മറ്റു കാര്യങ്ങൾ നോക്കി നടത്തൂ എന്നുള്ള തരത്തിലാണ് ശോഭാ സുരേന്ദ്രൻ മറുപടി പറയുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടക്കുന്ന ഒരു യോഗമാണ്. ഇന്ന് രാവിലെ 9 മണി മുതൽ യോഗം ആരംഭിച്ചതാണ്. ഇപ്പോൾ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ ഏകദേശം എല്ലാവരും എത്തിക്കഴിഞ്ഞു. കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഉള്ളിലുണ്ട്. ഇനി 9 മണി രാത്രി 9 വരെ ഈ യോഗം നീളുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ ലഭിച്ചിരിക്കുന്നത്. ഞങ്ങൾ എന്താണ് ചർച്ച ചെയ്യേണ്ടതെന്ന് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ നേതാക്കൾ ഇനി ഈ ചർച്ചയ്ക്ക് ശേഷം എന്താണ് തീരുമാനമെടുത്തതെന്നൊക്കെ പറയുമെന്ന് പ്രതീക്ഷിക്കാം.